ഡോക്ടർ ജോളി തോംസൺ. ജീവിതശൈലി രോഗങ്ങളുടെ ചികിത്സയിൽ മരുന്നുകൾക്കും ഓപ്പറേഷനുകൾക്കും പകരം ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിന് ഊന്നൽ നൽകുന്നു. എൻ്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസാണ് ഇതിൽ പങ്കുവയ്ക്കുന്നത്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ഓപ്പറേഷൻ ഒഴിവാക്കാനും മരുന്നുകൾ കുറച്ചു കൊണ്ടുവന്ന് നിർത്താനും കഴിഞ്ഞ രോഗികളുടെ കേസ് സ്റ്റഡിയാണ് ഈ സീരീസ്. ജീവിതശൈലി രോഗങ്ങൾക്ക് പരിഹാരം മരുന്നും ഓപ്പറേഷനും അല്ല, അതിൻ്റെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കുകയാണ് എന്ന അവബോധം എല്ലാവരിലും ഉണ്ടാക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. നമ്മൾ കേസ് സ്റ്റഡിയിലേക്ക് വന്നാൽ, ഇത് 15 വയസ്സുള്ള ഒരു ടീനേജ് ബോയിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രശ്നം വിറ്റലേഗോ അല്ലെങ്കിൽ വെള്ളപ്പാണ്ടാണ്. 1.5 വർഷമായിട്ട് അതിന് വേണ്ടിയിട്ട് ചികിത്സ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു പൂവ തെറാപ്പി എന്ന് പറയുന്നതാണ് മെയിൻലി നമ്മൾ എടുക്കുന്നൊരു ട്രീറ്റ്മെൻറ്റാണ്. അതിന് ആ മരുന്നും അല്ലാതെ കുറേ മരുന്നുകളും ഒക്കെ കഴിച്ചിരുന്നു. അതുകൂടാതെ അദ്ദേഹത്തിന് റെസ്പിറേറ്ററി അലർജി, ഇടയ്ക്കിടയ്ക്ക് തുമ്മലും ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ബട്ടക്സിൽ ആബ്സസ് വരും, അതായത് പഴുത്ത് പൊട്ടുന്നത് പോലെ വരും. അപ്പം ബട്ടക്സിൽ വരുന്നതുകൊണ്ട് പലപ്പോഴും സ്കൂളിലൊക്കെ പോകുന്ന പ്രായമുണ്ട്, ഇരിക്കാനും ക്ലാസ്സിലൊക്കെ പോയി ഇരിക്കാനും ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇത് കൂടാതെ ഇപ്പോഴത്തെ മേജർ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ കറുത്തു പോകുന്നു, കറുത്തു പോകുന്നു. ഈ പൂവ തെറാപ്പി എടുക്കുമ്പോൾ നമ്മൾ വെള്ളപ്പാണ്ടിന് വേണ്ടിയിട്ട് മരുന്നും കഴിച്ച് അല്ലെങ്കിൽ ഓയിൻമെൻറ്റ് അവിടെ ഇട്ടിട്ട് സൂര്യപ്രകാശത്തിൽ ഇരിക്കുകയാണല്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രത്യേക ലൈറ്റ് സോഴ്സിനകത്ത് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മറ്റുള്ള അവിടുത്തെ കറുപ്പാക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ഹോൾ ബോഡിയും മറ്റുള്ള സ്കിൻ ഭാഗവും കൂടെ കറുത്തു വരും. ഇത് ഈ കുട്ടി നല്ല നിറമൊക്കെ ഉള്ള, നമുക്കെല്ലാവർക്കും വീറ്റ് കോംപ്ലക്ഷനൊക്കെ ആണല്ലോ നമുക്ക് മലയാളികൾക്ക് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളത്. അപ്പോൾ അതായത് നല്ല കോംപ്ലക്ഷനുള്ള, നല്ല വീറ്റ് കോംപ്ലക്ഷനുള്ള കുട്ടിയാണ്. അപ്പോൾ അതിലാണ് ഈ വെള്ളപ്പാണ്ട് വന്നത്. അപ്പോൾ ഇപ്പം ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം കറുത്ത് വരാൻ തുടങ്ങണം. അപ്പോൾ ഈ 2 ബുദ്ധിമുട്ടുകളിലാണ് ഇവിടെ ഇരിക്കുന്നത്. ശരിക്കും ട്രീറ്റ്മെൻറ്റ് എടുത്ത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, 1.5 വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. കുറച്ച് കുറവ് വന്നിട്ടുണ്ട്, പക്ഷെ അത് മാറിയിട്ടുമില്ല. ഒരു ലൈറ്റർ ആയിട്ടുണ്ട്, അതായത് ഡാർക്കനിങ് ഒന്നും വൈറ്റ് ആയിട്ടിരുന്നത് കുറച്ചും കൂടെ ഒരു ഡാർക്കായിട്ട് വന്നിട്ടുണ്ട്, പക്ഷേ മാറിയിട്ടില്ല, കുറച്ചും കൂടെ ഉണ്ട് തന്നെ. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ചില ഭാഗത്തൊക്കെ ചെറിയ സ്പോട്ട്സ് ഒക്കെ പുതിയത് വരുന്നുണ്ടോ എന്നുള്ളൊരു ഫിയർ, ആ ഒരു കണ്ടീഷനിലാണ് കുട്ടിയെ പേരൻസ് കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് 15 വയസ്സുള്ള മെയിൽ ടീനേജറാണ്. 172 സെൻറ്റിമീറ്റർ പൊക്കം, 54.7 സെൻറ്റിമീറ്റർ കിലോ തൂക്കമുണ്ട്. വിറ്റിലേക്ക് വെള്ളപ്പാണ്ട് കണ്ടിട്ട് 1.5 വർഷമായി. അതിന് ചികിത്സയിലാണ്. അതിന് മെയിൻലി കക്ഷത്തിലും അതുപോലെ ചെസ്റ്റിൻ്റെ മുൻവശത്തുമാണ്. അത് ശരിക്കും പലപ്പോഴും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന ചുണ്ടയിലും ഫേസിലും ഒക്കെ വരുന്നവർക്കാണ് ഏറ്റവും ഒരു സൈക്കോളജിക്കലി ബുദ്ധിമുട്ട് വരുന്നത്. ഈ കുട്ടിക്ക് പിന്നെ അങ്ങനെയില്ല, പക്ഷേ എന്നാലും പലപ്പോഴും എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ പ്രൈവറ്റ് പ്രാക്ടീസിലോ കക്ഷത്തിലോ ഒക്കെ വന്നു കഴിയുമ്പോൾ ആരും കാണാത്തതാകുമ്പം ചിലപ്പോൾ കണ്ടുപിടിച്ചെന്നിരിക്കുകയല്ല, കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തന്നെ ചിലപ്പം കുട്ടികളും പ്രായമായവരൊക്കെ മിണ്ടാതിരിക്കും, അതോ ആരോടും പറയാതിരിക്കും. പിന്നെ പുറത്തേക്ക് വന്നു കഴിഞ്ഞുള്ള കയ്യിലോ കാലിലോ മുഖത്തോ ഒക്കെ ഉള്ളവർ മാത്രമേ അതിനെക്കുറിച്ച് ബോധർ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കാറുള്ളൂ. പക്ഷേ ഇവരെന്താണെന്ന് ചോദിച്ചാൽ തുടക്കത്തിൽ തന്നെ കണ്ടപ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രോഗ്രസ് ചെയ്യാതിരുന്നു. നമ്മൾ ഇതൊക്കെ എവിടെയെങ്കിലും കാണുമ്പോൾ നമ്മളതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രോഗ്രസ് ചെയ്യും. പക്ഷേ പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഒത്തിരി പേരും, കാരണം ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുന്നില്ല, ഇതിനൊന്നും ആർക്കും മരുന്നിൻ്റെ കുറവ് കൊണ്ടൊന്നും അല്ല ഈ വിറ്റിലിഗോ വരുന്നത്. ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നമ്മളുടെ ഈ സ്കിന്നിന് കളർ കൊടുക്കുന്ന മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ഉണ്ടാക്കുന്ന മെലനോസൈറ്റിന് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ അറ്റാക്ക് ചെയ്യുകയാണ്. ആ ഒരു സിറ്റുവേഷനിലാണ് ഈ അസുഖം വരുന്നത്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കാരണം എന്തുകൊണ്ട് അങ്ങനെ വരുന്നു. അപ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തോ ടോക്സിൻസ് അടിഞ്ഞു കൂടുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു ഡീറെയിൽഡായിട്ട് നമ്മുടെ സെല്ലിനെ അറ്റാക്ക് ചെയ്യുന്നത്. അത് കണ്ടുപിടിച്ചത് ഒഴിവാക്കാനാണ് നോക്കേണ്ടത്. അപ്പോൾ അത് തുടക്കത്തിലേ തന്നെ കണ്ടുപിടിച്ച്, ഈവൻ നമ്മൾ പുറത്ത് കാണാത്ത ഭാഗമാണെങ്കിൽ അനങ്ങാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. അത് തുടക്കത്തിലേ തന്നെ ഐഡിയലി നമ്മൾ മരുന്നുമല്ല അതിന് വേണ്ടത്, ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ് വേണ്ടത്. കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുന്നതേ ഉള്ളെന്നുള്ളതാണ് നമുക്കത് ഈ കേസ് ഇത് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് ബേസിക്കലി.
അപ്പം ഇതൊരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ആയതുകൊണ്ട് തന്നെ മറ്റുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിന് മറ്റ് പ്രോബ്ലംസും ഇങ്ങനെയുള്ളവർക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് വന്നു കഴിഞ്ഞാൽ മറ്റേത് ഓട്ടോഇമ്മ്യൂൺ ഡിസീസും വരാം. അതായത് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, അതുപോലെ ആർത്രൈറ്റിസ്, ഇതൊക്കെ ഒരു രോഗം ഇങ്ങനത്തെ ഉള്ളത് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങളുടെ കൂടെയാണ് വരുന്നത്. ഈവൻ പലപ്പോഴും കിഡ്നി എഫക്റ്റ് ചെയ്യാം, ഇതൊക്കെയാണ്. അപ്പോൾ അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ഈ കുട്ടിക്കായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നത് തുമ്മലും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരും. അതുപോലെ കുരുക്കൾ പോലെ നമ്മൾ ബട്ടക്സിൽ വരും. അതുകൊണ്ട് ക്ലാസ്സിലിരിക്കാനും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടിയെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇത് വെള്ളപ്പാണ്ടുണ്ട്, അതുപോലെ തന്നെ സ്കിൻ കറുത്തു പോകുന്നു എന്നുള്ളതാണ്. അതായത് ഈ മരുന്നും കഴിച്ചിട്ട് നമ്മൾ സൂര്യപ്രകാശത്തിലിരിക്കുകയാണല്ലോ. അപ്പം മൊത്തത്തിൽ നമ്മുടെ സൂര്യപ്രകാശത്തിനോടുള്ള നമ്മുടെ ടാനിങ് കൂടുകയാണ് ചെയ്യുന്നത്. ടാനിങ് വരുത്തുക എന്നുള്ളതാണ് മരുന്ന് വെച്ചിട്ട് ഓവറായിട്ട് നമ്മുടെ ഈ പ്രോബ്ലം ഉള്ളിടത്ത് ഡാർക്കനിങ് വരുത്തുക എന്നുള്ളത്. അപ്പം മൊത്തം ബോഡി കറുത്തു പോകുന്നു എന്നുള്ളതും കൂടെയാണ് അവർ ഫേസ് ചെയ്തിരുന്നൊരു പ്രോബ്ലം. യൂഷ്വലി നമ്മൾ ഇങ്ങനെ മൈനറായിട്ടുള്ള പേഷ്യൻസ് ആകുമ്പോൾ നമ്മൾ പേരൻസും കൂടി ഇതിനകത്ത്, കാരണം കുട്ടികളുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ പേരൻസും കൂടെ വില്ലിങ് അല്ലെങ്കിൽ പോസിബിൾ ആവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം 15 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മൈനർ ആകുമ്പോൾ ഒരു പേരൻറ്റും കൂടെ കൂടണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴാണ് നല്ല റിസൾട്ടും കിട്ടുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ മദർ ഓൾറെഡി പേഷ്യൻ്റ് ആയിരുന്നു, അവർക്ക് ആർത്രൈറ്റിസ് ആയിരുന്നു. അപ്പോൾ അത് നമുക്ക് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവർക്ക് വന്നത് ആർത്രൈറ്റിസ് ആണ്. അമ്മയ്ക്ക് ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ്, ആർത്രൈറ്റിസ് ആയിരുന്നു. അപ്പോൾ അതിന് നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്ത് അവരുടെ എല്ലാം മാറിയതാണ്. അപ്പോൾ അപ്പോഴാണ് നമ്മൾ മാറി വന്നപ്പോഴാണ് അവർ ഇങ്ങനെ ഒരു ഇതുണ്ട്, ഇതും ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ്, മറ്റേത് ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ്, അതുകൊണ്ട് ഇതിന് ബെനിഫിറ്റ് കിട്ടുമെന്ന് ചോദിച്ചിട്ടാണ് അവർ മോനെ കൊണ്ടുവരുന്നത്. അപ്പം പേരൻ്റ് കൂടെ യൂഷ്വലി നമ്മളതാണ് അഡ്വൈസ് ചെയ്യാറുള്ളത്. കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ പേരൻറ്റിൽ ഒരാൾ അവർക്ക് അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ മിക്കവാറും ഉണ്ടാവും. കുട്ടികൾക്ക് അസുഖം ഉണ്ടെങ്കിൽ മിക്കവാറും പേരൻസിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളപ്പം അവരും കൂടെ ഇതിലേക്ക് വരുമ്പോഴാണ് കുട്ടികൾക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടാനുള്ള പോസിബിലിറ്റിയാണ് വരുന്നത്. കാരണം നമ്മൾ ഗൈഡൻസ് കൊടുക്കണോ, നമ്മളൊന്നും ലൈഫ് സ്റ്റൈൽ നോക്കാതെ കൊച്ചിനോട് മാത്രം അത് കഴിക്കരുത് ഇത് കഴിക്കരുതെന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കൽ ആവില്ല. അപ്പം നമ്മൾ ചെയ്യുന്നതിനൊപ്പമാണെങ്കിൽ അവർ മോർ വില്ലിങ്ങായിട്ട് കറക്റ്റ് ആകാനുള്ള പോസിബിലിറ്റി വരും. അപ്പം ഇത് നമ്മൾ ഡിസീസ് കാറ്റഗറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോഇമ്മ്യൂൺ ഡിസീസും ഉണ്ട്, അതിൻ്റെ കൂടെ അലർജിയും ഉണ്ട്. ഈവൻ ഈ കുരുക്കൾ വരുന്നത് പോലും ഇതിൻ്റെ ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഭാഗമായിട്ടുള്ളതാവണം. കാരണം ഈ ഹൈഡ്രഡനൈറ്റിസ് സപ്പുറേറ്റ എന്നൊക്കെ ഉള്ള ഒരു അസുഖമുണ്ട്. അതൊരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ സ്വെറ്റ് ഗ്ലാൻസും സെബേഷ്യസ് ഗ്ലാൻസും ഉണ്ടല്ലോ, അതിന് ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് വരികയും എന്നുള്ളതിൻ്റെയാണ്. അതിൻ്റെ ഭാഗമായിരിക്കണം. അത് മൈനറായിട്ട് നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളതിൽ. ഇപ്പോൾ ചിലർക്ക് അതൊക്കെ ഈ കക്ഷത്തിലുമൊക്കെ ഇങ്ങനെ കുരുക്കൾ വന്ന് പൊട്ടുന്നൊരു സിവിയർ ഫോമിലേക്ക് പോകാം. അത് ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ്. അപ്പോൾ അതിൻ്റെ ഒരു മൈനർ തുടക്കം ഫോമായിരിക്കണം ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നെന്നുള്ളതാണ്. നെക്സ്റ്റ് ഇദ്ദേഹത്തിൻ്റെ സിംറ്റംസിലേക്ക് വരുമ്പം ഇദ്ദേഹത്തിൻ്റെ മെയിൻ സിംറ്റമായിട്ട് ഈ പാടുണ്ട്. അതുകൂടാതെ ഉള്ളത് തുമ്മലും ഈ സ്കിന്നിനുള്ള ഇടയ്ക്ക് വരുന്നത് ഈ കുരു വരുന്നത്, പിന്നെ വയറിനും അസ്വസ്ഥതകളുണ്ട്, ആസിഡിറ്റി പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ മരുന്നുകളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ടാബ്ലറ്റ്, ആദ്യം തുടങ്ങിയ കാലത്ത് കൂടുതൽ മരുന്നുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ടാബ്ലറ്റ് മാത്രമേ കഴിക്കുന്നുള്ളൂ. അത് കഴിച്ചിട്ട് പിന്നെ ഈ അൾട്രാവയലറ്റ് റേസിൽ എക്സ്പോഷർ എടുക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ടെസ്റ്റുകളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വൈറ്റമിൻ ഡി വെരി ലോ ആയിരുന്നു, 17.1. അതും നമ്മൾ നോക്കണം. ഈ സൂര്യപ്രകാശത്തിലിരുന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും വൈറ്റമിൻ ഡി കുറവാണ്. അപ്പോൾ അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. 17.12 ഉള്ളൂ. പിന്നെ സൂര്യപ്രകാശം ഏറ്റവും നമ്മുടെ ഈ പൂവ തെറാപ്പി, ഇതിന് പറയുന്ന പൂവ തെറാപ്പി എന്നാണ്. പൂവ എന്ന് പറഞ്ഞാൽ സൊറാലിൻ എന്ന് പറഞ്ഞ ഒരു മരുന്നിൻ്റെ പേരാണ്. പിന്നെ അൾട്രാ വയലറ്റ്സിൻ്റെ എ റേസ്, ഈ പൂവ UV എ റേസ്. അപ്പോൾ അത് ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റിനുള്ള സമയത്താണ്. പക്ഷേ ഈ എ ബാൻഡ് അല്ല, ശരിക്കും നമ്മളെ വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ബി ബാൻഡാണ്. അതുകൊണ്ടാണ് ഈ സൂര്യപ്രകാശം എല്ലാം അടിച്ചിട്ട് നമുക്ക് ഈ വൈറ്റമിൻ ഡി കൂടാതെ ഇരുന്നതിൻ്റെ കാരണം. ബി ബാൻഡ്, അതായത് കുറച്ചും കൂടെ നമുക്ക് ഈ ഏർലി മോർണിംഗ് സണ്ണിലൊക്കെ കിട്ടുന്നതാണ് കൂടുതൽ ബി ബാൻഡായിട്ട് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ അതാണ് നമുക്ക്, കാരണം എല്ലാത്തിനെയും കൂടെ നമുക്ക് സ്കിൻ അബ്സോർബ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ എ ഇല്ലാത്ത സമയത്ത്, അധികം ഇല്ലാത്ത
സൂര്യപ്രകാശമാണ് നമുക്ക് വൈറ്റമിൻ ഡി ഉണ്ടാക്കാനായിട്ട് ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ ESR അദ്ദേഹത്തിൻ്റെ കൂടുതലായിരുന്നു. നെക്സ്റ്റ് ബ്ലഡ് ടെസ്റ്റ് കാണിച്ചിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ESR സ്ലൈറ്റ്ലി കൂടുതൽ, അതിന് അത്ര സിഗ്നിഫിക്കൻറ്റ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ പൊട്ടാസ്യം ലെവൽ കൂടുതലാണ്. അത് മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഈ സെൽ ഡാമേജ് വരുത്തുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂര്യപ്രകാശത്തിലിരുന്ന് നമ്മുടെ അബ്നോർമൽ സെൽസിനെ ഡാമേജ് ചെയ്യിപ്പിക്കുക. അതുകൊണ്ടായിരിക്കണം. പിന്നെ ഈ മരുന്നിൻ്റെ ഇഫക്റ്റ് ആണോ എന്നറിയില്ല. പൊട്ടാസ്യം ലെവൽ കുറച്ച് കൂടുതൽ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ബോഡിയിൽ ടിൻ, അതൊരു ടോക്സിക് എലമെൻ്റ് ആയിട്ട് വരുന്നതാണ്. ടിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു മെറ്റലായിട്ട് വരും. അതിൻ്റെ വളവും ബോഡിയിൽ ഇത്തിരി കൂടുതലുണ്ടായിരുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ബ്ലഡ് ടെസ്റ്റിലാണെങ്കിലും ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉള്ള പേഷ്യൻസിൻ്റെ നമ്മൾ ഫുഡുമായിട്ട് നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ അലർജി അല്ലെങ്കിൽ ഒരു ഇൻടോളറൻസ് പോലെ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാറുള്ളത്. അപ്പോൾ അതിലും ഇദ്ദേഹത്തിന് പല ഫുഡിനോടും അലർജി കാണിക്കുന്നുണ്ട്. നമ്മൾ പിള്ളേരെല്ലാം ഏറ്റവും ഇഷ്ടമുള്ളതാണല്ലോ ചോക്ലേറ്റൊക്കെ, അതിനകത്ത് വരുന്ന കൊക്കോ യുടെ അലർജിയുണ്ട്, ക്യാപ്സിക്കം അലർജിയാണ്, നട്ട്സ്, ആൽമണ്ട്, ടൊമാറ്റോ, മിൽക്ക് പ്രോഡക്ട്സിനോട് എല്ലാം അലർജിയുണ്ട്. അതുപോലെ ഡാൽച്ചെണ്ണ നമ്മൾ കഴിക്കുന്ന കടല, പിന്നെ എഗ്ഗിനോട് അലർജിയുണ്ട്, മിൽക്ക് അലർജിയുണ്ട്. അങ്ങനെ പല മിൽക്ക് അലർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ അലർജി എന്ന് പറഞ്ഞാൽ അത് കഴിച്ചാൽ എന്തെങ്കിലും സിംറ്റംസ് വരുന്നു എന്നുള്ളതല്ല. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടോഇമ്യൂൺ ഡിസീസൊക്കെ ഒരു അലർജിക് റിയാക്ഷൻ്റെ ഒരു ഡിലേഡ് അലർജിക് റിയാക്ഷനാണ്. ഇമ്മീഡിയറ്റ് അലർജിക് റിയാക്ഷൻ വരുന്നതാണ് നമ്മൾ ഈ തുമ്മൽ, ചൊറിച്ചിൽ ഇതൊക്കെ വരുന്നത്. അതുകൊണ്ട് ഈ കുട്ടിക്ക് റെസ്പിറേറ്ററി അലർജി ഉണ്ട്. അപ്പോൾ അത് തന്നെ ഡസ്മൈറ്റ് അലർജിയും ഡോഗ് ഡാൻഡർ അലർജി, ഹൗസ് ടെസ്റ്റ്, അങ്ങനത്തെ പേപ്പർ ടെസ്റ്റ്, അങ്ങനത്തെ അലർജി ഉണ്ട്. അതുകൂടാതെ നമ്മൾ ഡിലേഡ് ഒരു ഇമ്മ്യൂൺ റിയാക്ഷൻ പോലെ വരുന്നതാണ് ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ് എല്ലാം. പ്രത്യേകിച്ചും ഇതിപ്പം ഈ കേസിലാണെങ്കിൽ വിറ്റിലിഗോയ്ക്ക് കാരണം ഈ ഡിലേഡ് ഇതാണ്. അപ്പോൾ ഇത് ഈ ഫുഡുമായിട്ടും കൂടെ റിലേഷൻ ഉണ്ടാവണം. നെക്സ്റ്റ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആക്ച്വലി അങ്ങനെ മേജറായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല. നോർമൽ വെയ്റ്റാണ്. സാധാരണ ഇപ്പോഴത്തെ ഈ ഏജിലുള്ള പിള്ളേരെല്ലാം ഓവർ വെയ്റ്റ് ആയിരിക്കും. 172 സെൻറ്റിമീറ്റർ, 4.7 kg ആണ് വെയിറ്റ് ഉള്ളത്. അതുപോലെ BMI നോർമൽ റേഞ്ചിലാണ് നിൽക്കുന്നത്, 18.5 ആണ്. BPO അല്ലെങ്കിൽ അബ്ഡോമിനൽ സർക്കംഫറൻസ് എല്ലാം ഓൾമോസ്റ്റ് ഓക്കെ ഇതായിട്ടാണ് നിൽക്കുന്നത്. ഫാറ്റ് ലെവൽ പോലും 13% ഉള്ളൂ. അപ്പം ബേസിക്കലി ബോഡി ഇപ്പോൾ പലരും നമ്മൾ കാണുമ്പം ഒന്നെങ്കിൽ ഓവർ വെയ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ അണ്ടർ വെയ്റ്റ് ആയിരിക്കും. പക്ഷേ ഈ കുട്ടി ശരിക്കും നോർമൽ ഇത് തന്നെയാണ് നിൽക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് വ്യത്യാസം വന്നതെന്ന് നോക്കിയാൽ, നെക്സ്റ്റ് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഈ കൊച്ചു പിള്ളേർക്കൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെഷ്യൽ, അതായത് അവർക്ക് പല ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസും ഉണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പം ഗ്രോത്ത് സ്പേർട്ടിൻ്റെ സമയം, ടീനേജിൻ്റെ സമയമാണ്. അപ്പം വേണ്ട ന്യൂട്രിയൻ്റ് എല്ലാം കറക്റ്റായിട്ട് കൊടുക്കാൻ നോക്കുക. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ടോക്സിൻസ് ഒന്നുമില്ല. പ്രത്യേകിച്ച് കളറ്, പ്രിസർവേറ്റീവ്സ് ഇതൊക്കെ ഉള്ള ഫുഡ് ഒഴിവാക്കാൻ നോക്കുക. ഇപ്പോൾ പിള്ളേരൊക്കെ അതായിരിക്കും ഏറ്റവും പാട്. കാരണം എല്ലാ ജങ്ക് ഫുഡും ബർഗറും റോസ്റ്റഡ് ചിക്കനും ഇങ്ങനത്തെയൊക്കെ ആണല്ലോ എല്ലാവർക്കും, ഈ ഫ്രൈസും ഇതൊക്കെ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ, അതായത് കളറും ഫ്രൈസോ ചിക്കനാവാം, പക്ഷേ അത് ക്ലീനായിട്ട് പ്രിപ്പയർ ചെയ്ത് കറക്റ്റായിട്ടുള്ള ഓയിലായിരിക്കണം, കറക്റ്റായിട്ടുള്ള സ്പൈസസ് വരുന്നതിന് നമുക്ക് അലർജി ഇല്ലാത്ത എന്തും കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അത് നമ്മുടെ ഈ കളറും പ്രിസർവേറ്റീവ്സും ഇട്ട സാധനങ്ങൾ, ടേസ്റ്റ് മേക്കേഴ്സ് ഇട്ടതൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടി വരുന്നത്. ഇപ്പം ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓവർ വെയ്റ്റ് ഒന്നുമില്ല. അപ്പോൾ എന്ത് വേണേലും ആകുന്നതിന് കുഴപ്പമില്ല, അലർജി ഇല്ലാത്ത സാധനമായിരിക്കണം കഴിക്കുന്നത്. പിന്നെ കൊഴുപ്പ് കൂടാൻ പാടില്ല. നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്ന് എഴുതി കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അവൻ നോർമൽ ഇതാണ്, അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ടീനേജ് ആണല്ലോ, അപ്പം കുറച്ച് മസിൽ ആൻഡ് ബോൺ ഗ്രോത്ത് കൂട്ടുക, ഫാറ്റ് ലെവൽ കറക്റ്റ് ചെയ്യുക. ഇപ്പം ബോഡിയിലുള്ള ഫാറ്റിൽ എന്തെങ്കിലും ഈ omega-6 കൂടുതലുള്ള ഫാറ്റ് വരുമ്പോഴാണ് ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ് വരുന്നത്. അപ്പോൾ omega-3-6 ബാലൻസ്, അതായത് ചെയ്യാനും കൂടെയാണ് നോക്കുന്നത്. omega-3 എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീലിംഗ് ഫാറ്റാണ്. ആക്ച്വലി നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നത് omega-3-ഉം 6ഉം ഫാറ്റി ആസിഡ്സ് ആണ്. അതിൽ ജനറലി നമ്മുടെ ഡയറ്റിൽ omega-3 തീരെ കുറവ്, omega-6 ഒത്തിരി കൂടുതലുമാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഉള്ള ഫാറ്റിൽ അടിഞ്ഞിരിക്കുന്ന omega-6ഉം നമ്മൾ ബേൺ ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഉള്ള ഫാറ്റിൻ്റെ അളവൊന്ന് കുറയ്ക്കാനും omega-3യുടെ അളവ് കൂട്ടാനും അതുപോലെ omega-3-6 ബാലൻസ് കറക്റ്റ് ചെയ്യാനും കൂടെയാണ് നമ്മളിത് നോക്കുന്നത്. അപ്പം ബേസിക്കലി
ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബോഡി അറ്റ് മാക്രോ ലെവലും നമ്മുടെ ബോഡി കോമ്പോസിഷൻ കറക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ മൈക്രോ ലെവൽ, സെല്ലുലാർ ലെവലിൽ ഈ നമ്മളുടെ ഈ സെല്ലുകളെ ഉണ്ടാക്കിയേക്കുന്ന omega-3 ഈ ഫാറ്റി ആസിഡ്സ് ആണ് അതിനകത്തൊരു മേജർ ഇത്. ഫാറ്റാണ് ശരിക്കും നമ്മളെ സെൽ വാൾസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സെൽ വാളിൽ omega-3യും 6ഉം കറക്റ്റ് ചെയ്യുക എന്നുള്ളതും കൂടെയാണ് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ ബേസിക്കലി ഈ സപ്പോർട്ട് ന്യൂട്രിയൻ ഉണ്ട്, അല്ലാതെ അലർജി ഇല്ലാത്ത സാധനങ്ങൾ എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ സ്പെഷ്യൽ എക്സസൈസ് ഉണ്ട് നമ്മുടെ ഹോൾ ബോഡിയെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് നമ്മളുടെ ബോഡിയിൽ ഏകദേശം ഒരു 230 മസിൽസും ഒരു 650 മസിൽസും ഒരു 230 ബോൺസും ഉണ്ട്. അതിന് എല്ലാം ആക്ടിവേറ്റ് ചെയ്യാനും കൂടെയാണ് നോക്കുന്നത്. അത് കിടന്നുകൊണ്ടോ ഇരുന്നുകൊണ്ടോ ആയിട്ട് ചെയ്യുന്ന എക്സസൈസുമാണ് ഇതിന് വരുന്നത്. അപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് വിതിൻ 8th ഡേ ആയപ്പോൾ തന്നെ ഈ സ്റ്റൊമക്ക് കംപ്ലയിൻസ്, സ്നീസിങ്, അലർജി അതെല്ലാം ഓൾമോസ്റ്റ് 70% മാറി. പിന്നെ 15th ഡേ ആയപ്പോഴേക്കും പിന്നെയും കുറഞ്ഞു. ഒരു 30 days ആയപ്പോഴേക്കും പിന്നെ സിംറ്റം ഫ്രീ ആയെന്നുള്ളതാണ്. പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പ്രോബ്ലത്തിൽ ഈ മരുന്നുകളുടേത് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലിനിക്കലി ഇത് തുടങ്ങിക്കഴിഞ്ഞതോടെ നമ്മൾ ഈ ഇദ്ദേഹത്തിന് എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പൂവ തെറാപ്പിയാണ്. അത് സൊറാലിൻ്റെ വേറൊരു മോഡലാണ്, അതിൻ്റെ ഒരു ഡെറിവേറ്റീവാണ് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ ഒരു വേറൊരു ഫോമാണ് ട്രയോക്സിസലിൻ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റാണ് കഴിക്കുന്നത്. അത് കഴിച്ചിട്ട് കുറച്ച് നേരം അതിനൊരു ടൈം പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സൂര്യപ്രകാശത്തിലിരിക്കേണ്ടത്. ഓർ അൾട്രാവയലറ്റ് റേസ് തരുന്ന സ്പെഷ്യൽ ലൈറ്റ് സോഴ്സ് മേടിക്കാൻ കിട്ടും, അതിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് വീക്കിൽ നമ്മൾ അതിൽ ചേഞ്ച് വരുത്തണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഈ സ്കിൻ അല്ലാതെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ തുടങ്ങി, സ്കിന്നിൽ തന്നെ ബെറ്റർ ആകാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ അത് ഹാഫാക്കി. പിന്നെ 15th ഡേ ആയപ്പോഴേക്കും അത് നിർത്തി ഈ കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ട്രീറ്റ്മെൻറ്റിൽ എടുക്കുന്നത് നമ്മൾ ഏറ്റവും പീക്ക് ഇതാണ്. അതായത് സൂര്യപ്രകാശം കൊള്ളുകയാണെങ്കിൽ തന്നെ ഒരു 11 o'clock to 1 o'clock 3 o'clock ഒക്കെ ഉള്ള സമയത്തെയാണ് ഏറ്റവും കൂടുതൽ ഈ UV റേഡിൽ ബാൻഡ് വരുന്നത്. അതാണ് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്. ഇത് ഈ പൂവ തെറാപ്പി ശരിക്കും പറഞ്ഞാൽ വിറ്റിലിഗോയ്ക്ക് മാത്രമല്ല, എക്സിമ, അതുപോലെ ചിലതരം ലിംഫോമ, അതുപോലെ ചില സ്കിൻ ഈ സോറിയാസിസ് ഇങ്ങനത്തെ രോഗങ്ങൾക്കും ഈ ട്രീറ്റ്മെൻറ്റ് തന്നെ കൊടുക്കാറുള്ളൂ. അതിനൊക്കെ ഇപ്പം ഈ ബാൻഡാണ്, അതായത് നമ്മൾ ഈ ബാൻഡാണ് അത് ഏറ്റവും കൂടുതലുള്ളത്. ഒരു 11 to ഏറ്റവും പീക്ക് സൂര്യപ്രകാശം, അത് നമുക്ക് അത്ര കംഫർട്ടബിൾ അല്ല അത് കൊള്ളുന്നത്, അതുമാണ്. പക്ഷെ നമ്മൾ ഇതിനകത്ത് നമ്മൾ സൂര്യപ്രകാശം കൊള്ളാൻ പറയും, പക്ഷേ അത് രാവിലത്തെയും അല്ലെങ്കിൽ വൈകുന്നേരത്തെയും. അതായത് ഈ UV റേസ് എല്ലാം ഈ വൈകുന്നേരത്തിനകത്തും ഇതൊക്കെ ഫിൽറ്റേർഡ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് കൂടുതൽ റേസും നമ്മളുടെ വിസിബിൾ സ്പെക്ട്രം അതും അതുപോലെ ഇൻഫ്രാറെഡ് സ്പെക്ട്രമാണ്. അതാണ് നമ്മൾ കൂടുതൽ, അതായത് ഈ നമ്മുടെ സ്കിന്ന് നല്ല കൂടുതൽ ന്യൂട്രിയൻ നമ്മുടെ സ്കിന്നിൽ നിന്ന് സൈക്യാട്രിക് ഡിസോർഡേഴ്സും അങ്ങനെയൊക്കെ ഉള്ളവർക്കും നമ്മുടെ സ്കിന്നിൽ നിന്ന് പല ഹോർമോൺസ് പോലെയുള്ളതും കെമിക്കൽസും ഉണ്ടാക്കാൻ പറ്റും സൂര്യപ്രകാശം കൊള്ളുകയാണെങ്കിൽ. അതിലെപ്പോഴും നല്ലത് മോർണിംഗ് സണ്ണും അതുപോലെ ഈവനിങ് സണ്ണുമാണ്. അതിനകത്ത് മോർണിംഗ് സണ്ണിനും ഈവനിങ് സണ്ണിനും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൾട്രാവയലറ്റിലെ ബാൻഡൊക്കെ ഈ പ്രത്യേകിച്ചും നമുക്ക് ഈ സ്കിൻ ക്യാൻസറൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഈ ബാൻഡ് ഫിൽറ്റർ ചെയ്തിട്ടാണ് ആ സമയത്ത് കിട്ടുന്നത്. ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലാണെങ്കിൽ നമ്മളൊരു സ്പെഷ്യൽ ലോഷൻ അല്ലെങ്കിൽ ഒരു ഓയിൽ അപ്ലൈ ചെയ്യാൻ കൊടുക്കും. അത് ന്യൂട്രിഷൻ ബേസ്ഡാണ്. അത് തന്നെ ഒരു നമുക്കൊരു പ്രൊട്ടക്റ്റീവ്, അതായത് ഈവൻ അൾട്രാവയലറ്റ് റേസിൽ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. അത് അപ്ലൈ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഏർലി സണ്ണ് അല്ലെങ്കിൽ മോർണിംഗ് സണ്ണ് അല്ലെങ്കിൽ ഈവനിങ് സണ്ണ് അപ്ലൈ ചെയ്യേണ്ടത്. അത് ഈവൻ സോറിയാസിസോ അല്ലെങ്കിൽ എക്സിമോ ഉള്ള പേഷ്യൻസിനും എല്ലാം ഇതാണ്. മറ്റേതിന് ഈ ഇത്തരം മരുന്നുകൾ കഴിച്ച് വെച്ചിട്ടിരിക്കുക, ഈ സൊറാലിൻ പോലെയുള്ള മരുന്നുകൾ കഴിച്ച് വെച്ചിട്ട് സൂര്യപ്രകാശം, അതും ഉള്ള ഏതായാലും മിഡ് സൺ പോലെയുള്ളതാണ്, നട്ടുച്ചയ്ക്കത്തെ വെയിൽ കൊള്ളുന്ന പോലെയാണ്. ഇതിലങ്ങനെയല്ല, ലൈറ്റായിട്ടുള്ള ന്യൂട്രിഷൻ ഓയിലാണത്. അതിൽ ഹൈ omega-3 ഉള്ള ഒരു omega-3-6 ബാലൻസും omega-3-6 and 9 ഉള്ള ഓയിൽ വിത്ത് സ്പെഷ്യൽ വൈറ്റമിൻസും കൂടെ ഉള്ളതാണ് അപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇതിലിരിക്കുന്നത് സൂര്യപ്രകാശം കൊള്ളുന്നത്. അപ്പം അതിൻ്റെ അത് ഈ ഏത് ടൈപ്പ് സ്കിൻ പ്രോബ്ലത്തിനാണെങ്കിലും മിക്കവാറും നമ്മൾ എല്ലാവരോടും പറയുന്നുള്ളതാണ് കുറച്ച് നേരം സൂര്യപ്രകാശം കൊള്ളാൻ.
കാരണം അത് നമ്മളുടെ സ്കിന്നിൽ നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള പല റേസും നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസും അതാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളുടെ അൾട്രാവയലറ്റിലെ എ ആണ് നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നത്. അതുപോലെ ബിയും വിസിബിൾ സ്പെക്ട്രത്തിലുള്ളത്, അതായത് നമുക്ക് കാണാവുന്ന ലൈറ്റ് ഉണ്ടല്ലോ, ബ്ലൂ ലൈറ്റും. ഈ ബ്ലൂ ആണ് ആക്ച്വലി നമുക്ക് ഈ മെൻ്റൽ ഡിസീസിൽ നിന്നൊക്കെ, കുറച്ച് സൈക്കാട്രിക് ഡിസോർഡേഴ്സിനൊക്കെ ബ്ലൂ ലൈറ്റ് നല്ലതാണെന്നാണ്. അപ്പോൾ അത് നമ്മുടെ സ്കിൻ അബ്സോർബ് ചെയ്യുന്നതല്ല. അങ്ങനെ പല ബെനിഫിറ്റ്സും ഉണ്ട്. അത് നമുക്ക് അറിയാം. പിന്നെ അതുപോലെ ഈ റെഡ് ലൈറ്റ്, അതായത് ഇൻഫ്രാറെഡ് റേസും ഉണ്ടല്ലോ, അതിനും കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത്തരം റേസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അത് നമ്മൾ സ്കിൻ എക്സ്പോസ്ഡ് ആയിട്ട് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഈ കുട്ടിയുടേത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിതിൻ നമ്മൾ ആദ്യം വീക്കിലി നോക്കും. അത് കഴിഞ്ഞ് 30 days കഴിയുമ്പം ഈവൻ സ്കിൻ പ്രോബ്ലം ഉള്ളവർ നമ്മൾ ഫോട്ടോ എടുത്ത് അത് ചെക്ക് ചെയ്യുകയാണ് അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്. അപ്പം ശരിക്കും ഒരു 90 days ആയപ്പോഴേക്കും അത് കാണാനില്ലാത്ത പോലെ, ഒരു ഇതുമില്ല. മരുന്നുകൾ നിർത്തി 1.5 വർഷമായിട്ട് മരുന്ന് ചെയ്തുകൊണ്ടിരുന്നിട്ട് മാറാത്ത കാര്യം മരുന്നൊന്നും ഇല്ലാതെ കറക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നോർമൽ സ്കിന്ന് കുട്ടിയുടെ മെയിൻ വറിയുള്ളത് അവൻ കറുത്തു പോകുമെന്നുള്ളതും കൂടെ ആയിരുന്നു. അപ്പോൾ ആ സ്കിന്നിൻ്റെ കളറ് റീഗെയിൻ ചെയ്യാൻ പറ്റിയെന്നും കൂടെ ഉള്ളതാണ്. അപ്പം പഴയ വീറ്റ് കോംപ്ലക്ഷനിലേക്കൊക്കെ വരാനും പറ്റി. അതേസമയത്ത് വെള്ളപ്പാണ്ടുള്ള ഭാഗം നോർമലാകുകയും ചെയ്തു. അപ്പം അതാണ് ഇതില്ല. അതിൻ്റെ ഒപ്പം തന്നെ മറ്റുണ്ടായിരുന്ന ഈ അലർജിയും അതുപോലെ ഈ കുരു വരുന്നതും അങ്ങനത്തെ പ്രശ്നങ്ങളും മാറി. ഇനി ഈ യങ്ങർ ഏജിലുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഇത് ഹോൾ ബോഡിയാണല്ലോ കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഹൈ omega-3 എല്ലാ ന്യൂട്രീഷനും ഒക്കെ ഉറപ്പ് വരുത്തുവാണല്ലോ ഈ ടീനേജ് പിള്ളേരാകുമ്പോൾ. അപ്പോൾ അത് അവരുടെ ടീനേജ് ഗ്രോത്ത്, ഫിസിക്കൽ ഗ്രോത്തിന് മാത്രമല്ല മെൻ്റൽ ഗ്രോത്തും കോഗ്നിറ്റീവ്, നമ്മളുടെ ആ തിങ്കിങ്ങും, നമ്മുടെ ബ്രെയിനിൽ 5 വയസ്സാകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഗ്രോത്ത് ആവുമെങ്കിലും പിന്നെ ഉള്ള ഒരു 22 വയസ്സ് വരെയുള്ള സമയത്താണ് നമ്മുടെ ബ്രെയിനിൻ്റെ ഫോർമേഷൻ നടക്കുന്നത്, ബ്രെയിനിൻ്റെ ഉള്ളിൽ ആ മച്യൂറിറ്റി നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ തോട്ട്സും അത് കണക്ടിവിറ്റി പറയും. ശരിക്കും പറഞ്ഞാൽ ഈ സെല്ലുകൾ തമ്മിലുള്ള ഒരു കണക്ഷൻസും കാര്യങ്ങളും ഒക്കെ, പല ഭാഗങ്ങൾ തമ്മിലുള്ള കണക്ഷനാണ് നമ്മുടെ അനലിറ്റിക്കൽ പവറും കോഗ്നിറ്റീവ് പവറും മെമ്മറിയും ഒക്കെ തരുന്നത്. അപ്പോൾ ഈ തരത്തിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിനും കൂടെ ഇത് ബെനിഫിഷ്യൽ ആകുമെന്നുള്ളതാണ്. അപ്പം ജസ്റ്റ് നമ്മൾ വിറ്റിലേക്കോ മാറാനോ വെള്ളപ്പാണ്ട് മാറാനോ അല്ലെങ്കിൽ അലർജി മാറാനോ മറ്റുള്ള ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് മാറുക എന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് ഈ എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് വരും. പ്രത്യേകിച്ച് പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് ഏറ്റവും വലിയൊരു ഗുണമാണ് ശരിക്കും കിട്ടുന്നത്. കാരണം അവരുടെ ഏറ്റവും ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെയും ബ്രെയിൻ്റെ സ്ട്രക്ചറൽ കറക്ഷൻ്റെ എല്ലാം സമയത്ത് ഇത് വരുന്നത് വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മളെ ബോഡിയിൽ വന്ന ചേഞ്ച് എന്ന് പറഞ്ഞ്, കുട്ടിക്ക് ഓവർ വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെയിറ്റ് റിഡക്ഷനൊന്നും ആവശ്യം വരുന്നില്ല. ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ 54.7 ആയിരുന്നു, 90 ദിവസമായപ്പോഴേക്കും 53.4. അപ്പോൾ അതിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ തുടങ്ങുമ്പോൾ 54.7, നമ്മൾ 90 days ആകുമ്പോൾ 53.4 അപ്പോൾ അതിൽ തുടങ്ങുമ്പോൾ 13% ഫാറ്റുണ്ട്. അപ്പോൾ ഫാറ്റ് 7 to 15% ആണ് ആണുങ്ങളിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. അപ്പം മോന് 13% ഉണ്ടായിരുന്നത് ശരിക്കും 7.7 കുറയ്ക്കാൻ പറ്റി. അതായത് നമ്മുടെ ബോഡിയിൽ അടിഞ്ഞിരുന്ന് കൊഴുപ്പെല്ലാം കളയാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇനി എന്താണ് എയിം ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ശരിക്കും കുറച്ച് ഫാറ്റ് ലെവൽ കൂടുന്നതിന് കുഴപ്പമില്ല, 7 to 14% വരെ വരുന്നതിന് കുഴപ്പമില്ല. പിന്നെ മസിൽ ബിൽഡപ്പും കൂടെയാണ്. അപ്പോൾ ഒരു 60 kg കൂട്ടുക. ഈ ബോഡി ഏജൊക്കെ ഫാറ്റ് ലെവൽ ഒരു 7 to 14 നിലനിർത്തുക. പിന്നെ ഇനി ഫ്യൂച്ചറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അലർജിയുള്ള കാര്യങ്ങൾ, അത് നമ്മൾ അലർജിയല്ല, നമ്മൾ ബേസിക്കലി നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നു എന്ന് കാണുന്ന ഫുഡ് ഐറ്റംസും കളറും പ്രിസർവേറ്റീവ്സും ഇട്ടതും ഈ പെർഫ്യൂംസും ഇതിൻ്റെ കോസ്മെറ്റിക്സും എല്ലാം ഒഴിവാക്കാൻ നോക്കണം. നമ്മൾ പലരും ഈ ബോഡി ലോഷനൊക്കെ ഉപയോഗിക്കുന്ന ശീലമുണ്ടല്ലോ, അതിനകത്തൊക്കെ ഈ മിനറൽ ഓയിൽ പോലെയുള്ള സാധനങ്ങളാണ്. ഈവൻ മിനറൽ ഓയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വാസിലിൻ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അതൊക്കെ നമ്മൾ പെട്രോളിയം പ്രോഡക്റ്റാണ്. അതിനൊക്കെ ശരിക്കും ഇതൊക്കെ ഒരു കാർസിനോജനിക് ആണെന്നാണ്. അതുപോലെ ഈവൻ നമ്മൾ ഈ സൊറാലിൻ അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ആ മരുന്നൊക്കെ
ശരിക്കും മ്യൂട്ടാജൻസ് എന്നാണ്. അതിനെ കാർസിനോജനിക് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് ശരിക്കും ഈ സൺറൈസ് വരുമ്പം അതിൻ്റെ ആ ഒരു ഇഫക്റ്റിൽ കൂടെയാണ് ഇത് കറക്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഈ അൾട്രാവയലറ്റ് റേസ് തന്നെ നമുക്ക് സ്കിൻ ക്യാൻസർ വരുത്താം. അതിൻ്റെ കൂടെ ഈ സൊറാലിൻ പോലെയുള്ള ഈ പുവർ തെറാപ്പി ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ റിസ്ക്കും ക്യാൻസർ പോസിബിലിറ്റീസ് ആണെന്നുള്ളതാണ്. ഈവൻ സ്കിൻ ക്യാൻസറിന് വരെ പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതാണ് അത് നമ്മളിപ്പം ഈ കൊച്ചു കുട്ടികളെയും നമ്മൾ ഇതിലേക്കാണല്ലോ എക്സ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം നമ്മൾ ബേസിക്കലി ചെയ്യേണ്ടത് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും. പക്ഷേ ഈ പേരൻസ് വളരെ വില്ലിങ് ആയിരുന്നു. ഈ പേരൻസ് വില്ലിങ് ആകുമ്പോൾ കുട്ടികളും വില്ലിങ് ആവും. പലപ്പോഴും എന്താണെന്ന് ചോദിച്ചാൽ പേരൻസ് വില്ലിങ് ആവില്ല. ഇപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, കൊച്ചു കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ വരാറുണ്ട്. ഈ 6, 7, 8 വയസ്സൊക്കെ ഉള്ള പിള്ളേർക്കും ഇപ്പോൾ ഈ വെള്ളപ്പാണ്ട് പോലെയുള്ള രോഗങ്ങൾ വരും. ഇവൻ അല്ലാത്ത ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ഇവൻ ടൈപ്പ് 1 ഡയബറ്റീസൊക്കെ. പക്ഷേ അവരൊക്കെ അവർ പേരൻസും കൂടെ അറ്റ്ലീസ്റ്റ് ഒരു പേരൻ്റെങ്കിലും ഈ പ്രോഗ്രാമിൽ വരണം, അവരും കൂടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യണമെന്ന് പറയുമ്പം അവരത് വേണ്ടാന്ന് വയ്ക്കും. അപ്പോൾ അവർക്ക് പേരൻസ് അത്ര അഡമൻ്റ് ആയിരിക്കും, അവർ ലൈഫ് സ്റ്റൈൽ കറക്ഷന് വില്ലിങ് ആയിരിക്കില്ല. അവർക്കും ചിലപ്പം ഡയബറ്റീസും ഒബേസിറ്റിയും മറ്റു രോഗങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അവർ വില്ലിങ് ആവില്ല കറക്റ്റ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളെയും ഇതെടുത്ത് കൊച്ചിനെ തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് 12 വയസ്സ് താഴെയുള്ളവരാണെങ്കിൽ പേരൻസ് ഇല്ലാതെ നമ്മൾ ആരെയും എടുക്കാൻ പറ്റില്ല. ഈ കുട്ടിയുടെ കാര്യത്തിൽ ഓൾറെഡി മദർ ഇതിലുള്ളത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ അതാണ് നമ്മൾ ഏറ്റവും കാണുന്ന ഒരു പ്രോബ്ലം. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുള്ള കുട്ടികളുടെ ഫാമിലി മെമ്പേഴ്സ്, അത് പ്രത്യേകിച്ച് പേരൻസ്, റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേരൻസും പിന്നെ മൾട്ടിപ്പിൾ അസുഖങ്ങളുണ്ടാവും. അവരും അസുഖങ്ങളുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഒബേസിറ്റിയിലും ഇല്ലാത്ത എന്തായാലും കാണുകയില്ല. കാരണം അത്ര പക്കയായിട്ട് നോക്കുന്ന ഒരു ക്ലിയർ ലൈഫ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ വളരെ വളരെ റയറാണ് കുട്ടികൾക്ക് ഇങ്ങനത്തെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരാനുള്ളത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, നമ്മൾ അറിയാതെ ആയിരിക്കാം നമ്മൾ കരുതുന്ന നമ്മളുടെ ഇന്നത്തെ ഒരു ജീവിതശൈലിയിൽ നമ്മൾ കാണുന്ന പല കാര്യങ്ങളും നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ടാവും. അത് തന്നെ നമ്മൾ ഈസി ആയിട്ട്, ഇപ്പോൾ വേറൊരു പേരൻറ്റ് പോലെ തന്നെയുള്ള പേരൻറ്റ് പറയും, ഇപ്പം ഞങ്ങൾ 2 പേരും വർക്കിംഗ് ആണ്. അപ്പോൾ പിള്ളേർ മെയിൻലി ബേക്കറി ഐറ്റംസ് കഴിച്ചാണ് ജീവിക്കുന്നത്. അപ്പം ബേക്കറി ഐറ്റംസൊക്കെ ഒഴിവാക്കാതെ, ഈ ഗ്ലൂട്ടനും അങ്ങനെയൊക്കെ ഉള്ളത് ഒഴിവാക്കാതെ നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ പോസിബിൾ അല്ല. ക്ലിനിക്കൽ സപ്പോർട്ടോടെ ആണെങ്കിലും അല്ലെങ്കിലും ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറയുമ്പോൾ ഇത്തരം സാധനങ്ങൾ കളറും പ്രിസർവേറ്റീവ്സും ഇട്ടൊക്കെ ഒഴിവാക്കുക എന്നൊക്കെ ഉള്ളതാണല്ലോ. പ്രത്യേകിച്ച് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവർക്ക് ഗ്ലൂട്ടൻ ഒഴിവാക്കണം. ഇതൊന്നും പറ്റാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതായത് കുട്ടികൾക്ക് അസുഖം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട് നമ്മളുടെ പേരൻസിൻ്റെയും കൂടെ ആണെന്ന് ഓർക്കണം. അവരുടെ ജീവിതശൈലിയിലെ പ്രശ്നം അത് നമ്മൾ കുട്ടികൾക്കും കൂടെ, നമ്മളെ കുട്ടികളെ വളർത്തുന്നതിൽ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലി ക്രമീകരിക്കാൻ നമുക്ക് ഫെയിൽ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ കുട്ടികൾക്ക് രോഗം വരുന്നത്. അറ്റ്ലീസ്റ്റ് അത് കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ ഇതിൽ നിന്നൊക്കെ മാറാനും പറ്റും എന്നുള്ളതാണ്. അപ്പം രോഗം വന്നാലും അത് കറക്റ്റ് ചെയ്താൽ, പ്രത്യേകിച്ച് ചെറുപ്പത്തിലുള്ള കുട്ടികൾക്കൊക്കെ ആകുമ്പം കറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫാസ്റ്റായിട്ട് മാറാൻ പറ്റും, വളരെ ഫാസ്റ്റ് റിസൾട്ട്. അതാണ് 1.5 വർഷം കൊണ്ട് മരുന്ന് കൊണ്ട് ഇരുന്നിട്ട് പറ്റാത്തത് വിതിൻ 3 മന്ത്സ്, 2 മന്ത്സ് കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എവറിത്തിങ് കറക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്ര ഫാസ്റ്റ് കറക്ഷൻ പോസിബിളാണ്. പക്ഷെ നമ്മൾ പേഷ്യൻ്റ് ആണെങ്കിലും കുട്ടികളുടെ കാര്യത്തിൽ വരുമ്പോൾ പേരൻസ് ആണെങ്കിലും വില്ലിങ് ആവണം, അത് നോക്കണം. പിന്നെ വീട്ടിലേക്ക് നമ്മളിപ്പോൾ ഈ ഇത് വെച്ചിട്ട് ഞാനൊരു മെസ്സേജ് പറയാമെന്ന് പറഞ്ഞാൽ, അതായത് ഈ കേസ് സ്റ്റഡിയിൽ നിന്ന് എടുക്കേണ്ട ഒരു മെസ്സേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും, നമ്മൾ മിക്കവാറും വീട്ടിലേക്കും ഉണ്ടാകുന്ന, ഇപ്പോൾ ലേഡീസ് ആണെങ്കിൽ പലപ്പോഴും പ്രൈവറ്റ് പാർട്സ് വെജാനയ്ക്ക് ചുറ്റുമൊക്കെ ആയിരിക്കും. ചിലപ്പോൾ അവർ കണ്ടില്ല എന്നിരിക്കും, കണ്ടാൽ തന്നെ മിണ്ടാതിരിക്കും. പിന്നെ അതുപോലെ ചുണ്ടിന് ചുറ്റുമായിരിക്കും. അത് പിന്നെ എല്ലാവരും കാണും, പെട്ടെന്ന് ഇത് ചെയ്യും. പിന്നെ കക്ഷം അല്ലെങ്കിൽ തൈസ് ഇതൊക്കെ ആയിരിക്കും. അവിടെ പ്രൈവറ്റ് പാർട്സിൽ വരുമ്പോൾ ആരും മിണ്ടാതെ ഇരിക്കും. അപ്പം ഇത് പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് കൂടുതലങ്ങ് കൂടുന്നതനുസരിച്ച് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പോസിബിലിറ്റി കുറയും. അതുകൊണ്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ, ഇപ്പോൾ നമ്മൾ തുടങ്ങുമ്പോഴേ തന്നെ നമ്മളിപ്പോൾ ക്ലിനിക്കലി സപ്പോർട്ട് ചെറുതായിട്ട് കാണുമ്പോൾ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റിയെന്നിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഫുഡ്, omega-6 കൂടുതലുള്ള നട്ട്സ്, ഓയിലൊക്കെ ഒഴിവാക്കുക, കളറും പ്രിസർവേറ്റീവ്സും ഇട്ടത് ഒഴിവാക്കുക, അതുപോലെ ഗ്ലൂട്ടനുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ അത്രയും നമുക്ക് സെൽഫ് തന്നെ എന്ത് രോഗം, പ്രത്യേകിച്ച്
ഈ ഓട്ടോ ഇമ്മ്യൂൺ വിഭാഗത്തിൽപ്പെട്ട ഏത് രോഗമുള്ളവരും ഈ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഓവർ വെയ്റ്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും നോക്കാം. മിക്കവാറും അത് ചെറുതായിട്ട് തുടങ്ങുമ്പോഴേ തന്നെ നമ്മളിതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് മാറിക്കിട്ടിയെന്നിരിക്കും. തന്നെ മാറ്റാൻ പറ്റും. ഒരു ഡോക്ടറെയും കാണിക്കേണ്ട വരികയില്ല, ഒരു സപ്പോർട്ടും എടുക്കേണ്ട വരികയില്ല. പിന്നെ മരുന്നുകളിലേക്കൊക്കെ പോകുമ്പം നമുക്കിതൊക്കെയാണ് പ്രോബ്ലം. ഈവൻ നമ്മൾ ഈ പൂവ തെറാപ്പിയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാലും പ്രൈവറ്റ് പാർട്സിലൊക്കെ ചെയ്യുമ്പോൾ അത് റിസ്ക്കാണ്. പിന്നെ അത് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അതുപോലെ ചെയ്താൽ തന്നെ അതിന് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതൊക്കെ വെരി സെൻസിറ്റീവ് ഏരിയാസാണ്. അവിടെ അതിൻ്റെ സൈഡ് എഫക്ട്സ് വരാനുള്ള പോസിബിലിറ്റിയും കൂടുതലുണ്ടാകും. ഇപ്പം ഇമ്മീഡിയറ്റ് ആവില്ല സൈഡ് എഫക്റ്റ് ഒക്കെ വരുന്നത്. ഇതിൻ്റെയൊക്കെ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ പേരിൽ ഒരു സൈഡ് എഫക്റ്റ് കൊണ്ടുള്ളൊരു ക്യാൻസറൊക്കെ വരാൻ പിന്നെ വർഷങ്ങളെടുക്കും. കാരണം ഇതൊക്കെ അക്യുമുലേറ്റഡ് ജനറ്റിക് ഡിഫക്റ്റാണ്. അതായത് അക്യുമുലേറ്റഡ് മ്യൂട്ടേഷൻസ് എന്ന് പറയും. അതുകൊണ്ടാണ് ഈ പ്രോബ്ലംസിലേക്ക് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കി നമ്മൾ കഴിയുന്ന നേരത്തെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും തുടക്കത്തിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഈവൻ നമ്മൾ പ്രൈവറ്റ് ഏരിയയിലാണ്, ആരും കാണാത്ത ഏരിയയിലാണെങ്കിലും. 2, മരുന്നല്ല ഇതിനൊക്കെയുള്ള പ്രതിവിധി. ഈവൻ മരുന്നും ഈ ഇതിലെല്ലാം മരുന്ന് ഈ 2 കാര്യമേ വരുന്നുള്ളൂ. UV റേസും അതുപോലെ മരുന്ന്. ഇത് രണ്ടും നമ്മളുടെ ക്യാൻസർ പോസിബിലിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇവിടെ ക്ലിനിക്കൽ സപ്പോർട്ടുകളും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗപ്രതിരോധത്തിനും രോഗമുക്തിക്കും നിദാനമായ ഇമ്മ്യൂണിറ്റിയെ, ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ശാക്തീകരിക്കാനാണ് ശ്രമിക്കുന്നത്. കേടായ ശരീരകോശങ്ങളെ മാറ്റി പുതിയ ആരോഗ്യമുള്ള കോശങ്ങളെ ഉണ്ടാക്കാനും അതിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാനുമായി 3 കാര്യങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്. 1. ശരീരകോശങ്ങളുടെ നിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങളെല്ലാം ഉത്തമമായ അളവിലും അനുപാതത്തിലും ശരീരത്തിനു ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു. 2. വ്യക്തമായ പ്ലാനിങ്ങോടെയുള്ള മിതമായ വ്യായാമത്തിലൂടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും ഉത്തേജിപ്പിച്ച് രക്തയോട്ടം വർദ്ധിപ്പിച്ച് ശരീരത്തിലടിഞ്ഞ് വിഷാംശം പുറത്തു കളയാൻ ശ്രമിക്കുന്നു. 3. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും വായുവിലൂടെയും ലേപനങ്ങളിലൂടെയും കോസ്മെറ്റിക്കായും മരുന്നുകളായും ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാൻ ശ്രമിക്കുന്നു. പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും സ്ട്രോക്കും അലർജിയും ഓട്ടോഇമ്യൂൺ രോഗങ്ങളും ക്യാൻസറും ഒക്കെ ജീവിതശൈലി രോഗങ്ങളുടെ വിഭാഗത്തിലാണ് പെടുന്നത്. ഇന്ന് ലോകത്തിൽ ഉപയോഗിക്കപ്പെടുന്ന മരുന്നുകളിൽ ഏകദേശം 90% ചെയ്യപ്പെടുന്ന ശസ്ത്രക്രിയയിൽ 90% ഇത്തരം രോഗങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് 90% മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കാനാകുന്നതേ ഉള്ളൂ. രോഗത്തിൻ്റെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ കണ്ടുപിടിച്ച് പരിഹരിക്കാനും അതിലൂടെ രോഗത്തിൽ നിന്നും മരുന്നുകളിൽ നിന്നും മോചനം നേടാൻ സഹായിക്കുക എന്നതാണ് ഏറ്റവും ഉത്തമമായ ചികിത്സ. ജീവിതശൈലി രോഗങ്ങളെ മരുന്നോ ശസ്ത്രക്രിയയോ കൊണ്ട് മാറ്റാനാകില്ല. കാരണം ഇത്തരം ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവല്ല. അതുകൊണ്ടാണ് ഒരിക്കൽ മരുന്ന് തുടങ്ങിയാൽ മരുന്നുകൾ തുടർച്ചയായി കഴിക്കേണ്ടി വരുന്നത്. രോഗത്തിനൊപ്പം മരുന്നുകളുടെയും ഓപ്പറേഷനുകളുടെയും പാർശ്വഫലങ്ങൾ രോഗിയുടെയും ബന്ധുക്കളുടെയും ജീവിതം ദുസ്സഹമാക്കാൻ ഇടയാക്കരുത്. മരുന്നുകളിൽ നിന്ന് മുക്തി നേടാനായി ജീവിതശൈലി ക്രമപ്പെടുത്താൻ എല്ലാവരും തയ്യാറാകണം. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പ്രോത്സാഹിപ്പിക്കണം. അടുത്തത് ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിലും ചികിത്സിച്ചു മാറ്റുന്നതിലും ഊന്നൽ നൽകുന്നു. വ്യത്യസ്ത ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും മറ്റ് സീരീസുകളിൽ നിന്നും വീഡിയോകളിൽ നിന്നും കൂടുതൽ അറിയാനാവും. പ്ലേലിസ്റ്റ് കാണുക. ജീവിതശൈലി രോഗങ്ങൾക്കായി മരുന്ന് കഴിക്കുന്നവർക്കും ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവർക്കും ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക. നാം കഴിക്കുന്ന മരുന്നുകളെല്ലാം വിസർജ്യ വസ്തുക്കളായി നദികളിലേക്കും കുടിവെള്ളത്തിലേക്കും ചെടികളിലേക്കും ഭക്ഷ്യോൽപ്പന്നങ്ങളിലേക്കും എത്തും. അതായത് ഓരോ വ്യക്തിയും കഴിക്കുന്ന മരുന്നുകൾ വെള്ളത്തിലൂടെ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിലെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണിയായി മാറുന്നു. അതിനാൽ ജീവിതശൈലി രോഗങ്ങളുടെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാനും മരുന്നുകളിൽ നിന്നും മോചനം നേടാനും കഴിയേണ്ടത് ഈ തലമുറയുടെ മാത്രമല്ല വരാൻ പോകുന്ന തലമുറകളെ,
നമ്മുടെ കൊച്ചുമക്കളെ രാസമലിനീകരണത്തിൻ്റെ വിപത്തുകളിൽ നിന്നും രക്ഷിക്കാൻ അനിവാര്യമാണ്. ജീവിതശൈലി രോഗങ്ങൾക്കായി ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുന്ന രീതി മാറണം. മരുന്നുകളിൽ നിന്നും മോചനം നേടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാവണം, ബോധവൽക്കരണം ഉണ്ടാകണം. അതിനാൽ ജീവിതശൈലി രോഗങ്ങൾക്കായി മരുന്ന് കഴിക്കുന്നവർക്കും ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവർക്കും ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക. താങ്ക് യു.